അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രക്ഷക്ക് തീ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതാ ചായ കൂടി കഴിഞ്ഞിട്ടുള്ളൂ. മക്കളൊക്കെ ഇപ്പോൾ പോയിട്ടുള്ളൂ സ്കൂളിലേക്ക്. ഇഷമോളപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പോയി കൊണ്ടാക്കി വന്നിട്ട് ഇപ്പോൾ തീ പിടിപ്പിച്ച് തരികയാണ്. തീ പിടിപ്പിച്ചത് ഞാനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വിറകൊക്കെ കൊടുന്ന് അതാ കറണ്ട് പോയി. ഇനി മീൻ നന്നാക്കാനും എന്താ പറയാ കറി വെക്കാനൊക്കെ നോക്കുകയാണ്. കുറച്ച് റേഷ്കാക്ക് പള്ളിയിൽ പോകണം. എന്താ കുറച്ച് കഴിഞ്ഞ് പള്ളിക്ക് പോകും. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇപ്പൊ സമയം ഒരു 9:30 ആയിട്ടുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഇഷമോളനെ ആക്കിയിട്ട് കുറച്ച് നേരമായി, 10 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ഇന്നലെ വീഡിയോ ഇടാത്ത വെച്ചിട്ട് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വൈഫൈ ഓഫ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഭയങ്കര ഇരുട്ടാവും കറണ്ട് ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല. ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ കൈയിന്റെ ഇവിടെ ഭയങ്കര കടച്ചിൽ കേട്ടോ. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര വേദനയാണ്. നമ്മൾ കിടക്കണേല് പറ്റിയതാ തോന്നുന്നുണ്ട്. കിടക്കുമ്പോ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കിടന്നിട്ടേ അങ്ങനെ പറ്റിയതാ തോന്നുന്നു. ഷോൾഡറെ വേദനിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ കിടക്കുമ്പോൾ നമ്മൾ പെരടിയെ വേദന എടുക്കുക. പക്ഷെ ഇതെനിക്ക് ഇവിടെ വേദനിക്കുന്നത്. അപ്പോൾ ഫോൺ ഇങ്ങനെ പിടിക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ട് മൈക്ക് വെച്ചു വിട്ടാ. അപ്പൊ കേൾക്കാലോ. പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ. കാരണം പുറത്തിറങ്ങിയിട്ട് നമുക്ക് മീൻ നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ചൂടപ്പൊടി ഇവിടെ നിന്ന് നന്നാക്കണം മീന്. എന്താ വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല, നല്ല മഴ. അപ്പൊ എന്തായാലും ഞാൻ മീൻ നന്നാക്കട്ടെ. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ. വീഡിയോ ഇടാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ കറണ്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് പിന്നെ വന്നേക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ് കറണ്ട് വന്നത്. ഫോണ് ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, വൈഫൈ ഇല്ലാത്ത കാരണം. പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര ഇരുട്ടല്ലേ ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. പിന്നെ എന്തായാലും മീൻ നന്നാക്കട്ടെ. അരി ഇട്ടതിന് ശേഷം മീൻ നന്നാക്കാൻ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചധികം ഉണ്ടല്ലോ മീൻ. അപ്പൊ അത് നന്നാക്കി കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കും. അപ്പൊ എന്തായാലും അരി ഇട്ടേക്കാം. നല്ല മഴയാണ്. സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അരി എടുക്കാം. അരി ഇവിടെ വെച്ചേക്കുന്നു കേട്ടോ. ഇന്നലെ നല്ല വെയിലായിരുന്നു, നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഇന്നലെ കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മീൻ നന്നാക്കാം കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടി ചൂടാവണം. അപ്പൊ അത് ചൂടാകുമ്പോൾ രക്ഷിക്കയിൽ ഇട്ടോളും. അപ്പൊ ഞാൻ എന്തായാലും മീൻ നന്നാക്കട്ടെ. ചെമ്മീനായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതില്. ഇങ്ങനെ നമുക്ക് തൊണ്ട് പൊളിച്ചിട്ട് ഇടാലോ. പിന്നെ ഈ ചെമ്മീന്റെ ഈ ഒരു ആരെടുക്കാൻ ഇവിടെ കീറെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലവര് കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ അങ്ങനെ പൊളിച്ചിട്ട് എടുക്കണത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെ പിടിച്ച് വലിച്ച ഈ സംഭവം അങ്ങോട്ട് പോരും കേട്ടോ. ചിലവര് ചെമ്മീന്റെ തലൊക്കെ എടുക്കൂലേ. നമ്മള് തലൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇത് പിന്നെ ഒന്നാമത് ചെറിയ ചെമ്മീനാ. നാളെ ഒരു 50 രൂപയ്ക്ക് ചെമ്മീൻ മേടിച്ചിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ മേടിച്ചിട്ട് ഇവിടെ തികഞ്ഞില്ല. പിള്ളേര് ചെമ്മീൻ തപ്പ് തന്നെ കൂട്ടാനില് നല്ല വലട്ട് പിടിക്കേണ്ടി വരും ചെമ്മീൻ. അത്ര ഉണ്ടായിരുന്നുള്ളൂ. കുറെ ചാറും ഉണ്ടായിരുന്നു, കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുഞ്ഞു വന്നിട്ട് കുറെ തപ്പി നോക്കി. അതുകൊണ്ടാണ് ഇന്നും കുറച്ച് മേടിച്ചത്. അപ്പൊ ഇത് നമുക്ക് വറക്കും ചെയ്യാം. മറ്റേ ചൂടപ്പൊടി കറി വെക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചേക്കണത്. ഇന്നും സാമ്പാർ തന്നെ ഉണ്ടാക്കുള്ളൂ ചോദിച്ചിട്ട് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് രാത്രിയാകുമ്പോ. ഇന്ന് ദോശയിലേക്ക് സാമ്പാറായിരുന്നു. പിന്നെ എന്താ പറയാ, ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയതാ. അപ്പൊ സാമ്പാർ കാരണം രാത്രി വെക്കുന്നത്. രാവിലെ എണിച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കണ്ടല്ലോ. ഇന്നലെ രാത്രിയിൽ കറി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ രാത്രി സാമ്പാർ കൂട്ടി. ഇന്നും എന്താ പറയാ രാവിലെ ദോശയിലേക്ക് കൊടുത്തു കേട്ടോ നമ്മള്. ഇപ്പം ചെമ്മീൻ ഇത്തിരി വില കുറവല്ലേ. ഇന്ന് ചെമ്മീൻ ഇവിടെ 160 കേട്ടോ വില. ഇന്നലെയൊക്കെ 140 രൂപയായിട്ട് പെട്ടി ഓട്ടോറിക്ഷയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു ഉമ്മ. അറിയില്ല, ഇങ്ങോട്ടൊന്നും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവിടെ വീട്ടിലേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 160 രൂപയായിട്ടാണ് ഇവിടേക്കൊക്കെ വരുന്നത് കേട്ടോ. ചൂടപ്പൊടിക്ക് 200 രൂപയായിരുന്നു. ബാക്കിയുള്ള മീനൊക്കെ നല്ല വില കേട്ടോ. മത്തിയുടെ വില ഒന്നും പറയണ്ട.
അപ്പോൾ റഷിക്ക് അത് ആ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്താ പറയുക, ഈ എന്താ പറയുക എന്നുള്ളത് കൂടപ്പിറപ്പായിരിക്കണു, അത് വായിന്ന് പോണില്ല കേട്ടോ. എന്തെങ്കിലും പറയാൻ നമ്മൾ വൈകുമ്പോൾ അതങ്ങനെ വരികയാണ്. അപ്പോൾ ആൾ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി അല്ല കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്നെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ വരെ ഇത്ര ഒരുക്കം ഞാൻ കണ്ടിട്ടില്ല, അതിവല്ലാത്തൊരു ഒരുക്കാലോ പള്ളിക്ക് പോകുമ്പോൾ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതാ കുളിക്കാൻ പോകുമ്പോൾ വാച്ച് അയച്ചു വെച്ചു, കുളി കഴിഞ്ഞ് വന്നപ്പോൾ വാച്ച് കിട്ടി. ഇനി അത് ഉറങ്ങുമ്പോൾ മാത്രമായിട്ട് അയച്ചു വയ്ക്കുള്ളൂ, ചിലപ്പോൾ ഉറങ്ങുമ്പോഴും അയച്ചു വയ്ക്കാറില്ല. അങ്ങനെ അത് ആൾ പോയി പള്ളിക്ക് പോയിട്ടാ. പിന്നെ പള്ളിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചോറ് ഇതാ വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാർക്കാറാട്ടോ പതിവ്, ഇപ്പോൾ ഊറ്റാറില്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. റഷിക്ക പള്ളിക്ക് പോയി. റഷിക്ക പള്ളിയിൽ പോയപ്പോൾ ഞാനും എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആള് ഇഷമോളനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് മോളിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ഇന്ന് സമയത്തിന് കാണാനില്ലാണ്ടായപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തോ വീഡിയോ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഓട്ടത്തിലും ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇന്നലെ പിന്നെ കറണ്ട് ഇല്ലാത്ത കാരണം വീഡിയോ ഇടാൻ. ഇന്ന് പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. സംഭവം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അപ്ലോഡ് ആക്കാനുള്ള ടൈം കിട്ടിയില്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി, മഴയൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത് അപ്ലോഡ് ആക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് നേരം വൈകിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും കാത്തിരിക്കാനും വെയിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം. കാണാനില്ലാണ്ടാവുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഓളൊക്കെ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.